ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം ഇന്ന് മുഹറം 10 ഇന്നെല്ലാവർക്കും നല്ല ക്ഷീണമാണ്. കാരണം ഇന്നെല്ലാവർക്കും നല്ല നോമ്പുണ്ട്. അപ്പോൾ നമ്മളെ ബായി കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ട് കൊണ്ടാണ്. അപ്പോൾ നമ്മളെ ബോസ് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചിട്ട് കൊണ്ടാണ്. പിന്നെ നമുക്ക് വെറുതെ നിൽക്കാനില്ല. അമ്മ വിചാരിച്ച് കുറച്ച് കടിയും കൂടി മേടിക്കണം. അങ്ങനെ നേരെ ഓഫീസിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ആദ്യം വിചാരിച്ച് കഫ്തേരിയിൽ പോകാൻ, പിന്നെ വിചാരിച്ച് വേണ്ട, ഇന്ന് സ്പെഷ്യൽ ഡേ അല്ലേ, ഇന്ന് നേരെ ആ ബ്രേക്ക് കയറി ഗോൾഡ് സൂക്കിൽ പോയി കടി മേടിക്കാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ നമുക്കൊരു ട്രാഫിക് സിഗ്നൽ കിട്ടി. അമ്മ പിന്നെ അവിടെ 2 മിനിറ്റ് കാത്തുനിന്ന്, അല്ലെങ്കിൽ നമുക്ക് നരകത്തിലുള്ള ടിക്കറ്റ് ബാഗ് കിട്ടും. കാരണം ഇവിടുത്തെ കാറിൽ നല്ല പോക്കാണ് പോകുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അബ്ര സ്റ്റേഷനിലെത്തി. 2 മിനിറ്റ് അബ്ര ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന്. അപ്പോഴേക്ക് അബ്ര ബോട്ട് വന്നു. പിന്നെ നമ്മൾ നേരെ അബ്രയിലേക്ക് കയറി. പിന്നെ കണ്ടക്ടർ ഡ്രൈവറിൽ ഒരാളാണ്. പിന്നെ 2-3 മിനിറ്റ് നമ്മൾ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെല്ലാം നോക്കിയിട്ട് നിന്ന്. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓൾഡ് സൂക്കിലേക്ക് എത്തി. പിന്നെ നേരെ സൂക്കിലേക്ക് കയറിയപ്പോൾ നമ്മൾ നാട്ടിൽ ഉറൂസിനെല്ലാം പോയ ഫീൽ നമുക്ക് കിട്ടി. പിന്നെ ആടുള്ള സാധനമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് എന്തെങ്കിലും നോക്കിയിട്ട് നിന്ന്. പിന്നെ അവിടെ നിന്ന് നേരെ പക്കോട ഗലിക്കേക്ക് പോയി. പിന്നെ ആടുള്ള ചങ്ങായി നമുക്ക് കടിയെല്ലാം വെച്ചാട്ട്. പിന്നെ അമ്മ മേടിച്ചില്ല, കാരണം നമുക്ക് നല്ല നോമ്പുണ്ടായി. പിന്നെ ഓരോ സംസാരമൊക്കെ കേട്ടിട്ട് കുറച്ച് ടൈം അവിടെ നിന്ന്. പിന്നെ അവിടെ നിന്ന് നേരെ വിട്ടു. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ പക്ഷികൾ സർബത്ത് ഭാരിയിട്ട് കോരിയിട്ടെല്ലാം കൊടുക്കുന്നുണ്ടായി. ഓരോ നമുക്ക് വെച്ചാട്ടി. പിന്നെ അമ്മ വേണ്ടെന്ന് പറഞ്ഞു, കാരണം നമുക്ക് നല്ല നോമ്പുണ്ടായി. പിന്നെ അവിടെ നിന്ന് നേരെ അബ്ര സ്റ്റേഷനിലെത്തി. അബ്രയിൽ കയറി നേരെ ഓഫീസിലേക്ക് വന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം മുറിച്ചിടാനുണ്ട്. ഞാനെല്ലാം മുറിച്ചിട്ട് സാധനമെല്ലാം വിളമ്പി വെച്ച്. പിന്നെ നമ്മൾ എല്ലാവരും റൗണ്ടിൽ ഇരുന്ന് നോമ്പെല്ലാം നോർന്ന് നേരെ പള്ളിയിലേക്ക് പോയി. പിന്നെ ഇതും കഴിഞ്ഞ് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.